അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഫോൺ കോൾ മതി പാകിസ്ഥാൻ എന്ന രാജ്യം വിറയ്ക്കാൻ. എന്നാൽ ഇത്തവണ ട്രംപ് ആവശ്യപ്പെടുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സഹായമല്ല, അതായത് പാകിസ്ഥാൻ വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല. പകരം അവരുടെ സൈനികരുടെ ജീവനാണ് ട്രംപിന് വേണ്ടത്. ഗാസയിലെ കത്തുന്ന കനലിലേക്ക് പാക് സൈനികരെ കൊലയ്ക്ക് കൊടുക്കാൻ ജനറൽ അസീം മുനീർ തയ്യാറെടുക്കുകയാണ്. സ്വന്തം കസേര സംരക്ഷിക്കാൻ മുനീർ നടത്തുന്ന ഈ നീക്കം പാകിസ്ഥാനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? നോക്കാം. വാർത്തകൾ പുറത്തു വരുന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടാണ്. ഗാസയിലെ യുദ്ധാനന്തര നിയന്ത്രണം ഏറ്റെടുക്കാൻ പാക് സൈന്യത്തെ അയക്കണമെന്ന് ട്രംപ് കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ട്രംപിന്റെ 20 ദിന ഗാസ പ്ലാൻ പ്രകാരം ഇസ്രായേൽ പിന്മാറുന്ന ഇടങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ വിന്യസിക്കണം. ഇതിനായി ട്രംപ് ആദ്യം നോട്ടമിട്ടിരിക്കുന്നത് ഇസ്ലാമാബാദിനെ തന്നെയാണ്. വരും ആഴ്ചകളിൽ പാക് സൈനിക മേധാവി അസീം മുനീർ വാഷിംഗ്ടണിൽ ട്രംപിനെ കാണുന്നുണ്ട്. 6 മാസത്തിനിടെ ഇത് 3-ാം തവണയാണ് മുനീർ അമേരിക്കയിലേക്ക് പറക്കുന്നത്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ നിക്ഷേപവും സുരക്ഷാ സഹായവും വേണമെങ്കിൽ ട്രംപിന്റെ ഈ ആജ്ഞ അനുസരിക്കാതെ മറ്റൊരു വഴിയില്ല. എന്നാൽ ഗാസയിലേക്ക് പോകുക എന്നാൽ അത് ചാവേർ ദൗത്യത്തിന് തുല്യമാണെന്ന് മുനീറിന് നന്നായി അറിയാം. ഗാസയിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസിനെ നിരായുധീകരിക്കുക എന്ന കെണിയാണ് പാകിസ്ഥാന് മുന്നിലുള്ളത്. മുസ്ലിം വികാരം ശക്തമായ പാകിസ്ഥാനിൽ ഇസ്രായേലിന് ഗുണകരമാകുന്ന രീതിയിൽ സ്വന്തം സൈന്യത്തെ വിന്യസിക്കുന്നത് ജനങ്ങളെ തെരുവിലിറക്കും. ഹമാസിനെതിരെ പാക് സൈന്യം തോക്കെടുക്കേണ്ടി വന്നാൽ അത് മുനീറിന്റെ പതനത്തിന് തന്നെ ഒരുപക്ഷെ കാരണമായേക്കാം. നിലവിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയും തീവ്ര ഇസ്ലാമിക സംഘടനകളും മുനീറിനെതിരെ വാളെടുത്ത് നിൽക്കുകയാണ്. അസീം മുനീർ ഇസ്രായേലിന്റെ ഏജന്റായി മാറി എന്ന പ്രചരണം ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ പടർന്നു പിടിക്കുകയാണ്. പാകിസ്ഥാനിൽ പടർന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയധികം സമ്മർദ്ദത്തിലാകുന്നത്? കാരണം പാകിസ്ഥാൻ ലോകത്തിലെ ഏക മുസ്ലിം ആണവായുധ ശക്തിയാണ്. അഫ്ഗാൻ അതിർത്തിയിൽ തീവ്രവാദികളോട് പൊരുതി തഴക്കമുള്ള സൈന്യം തങ്ങൾക്കുണ്ടെന്ന് മുനീർ എപ്പോഴും അവകാശപ്പെടാറുണ്ട്. എന്നാൽ ആ സൈനിക ശേഷി ഇപ്പോൾ മുനീറിന് തന്നെ വിനയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ശേഷിയുണ്ടല്ലോ എങ്കിൽ ഗാസയിൽ പോയി സമാധാനം ഉണ്ടാക്കൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി മുനീർ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ആരും തന്നെ മുന്നിട്ടിറങ്ങാൻ തയ്യാറല്ല. എല്ലാവരും പാകിസ്ഥാന്റെ നീക്കത്തിനായി കാത്തിരിക്കുകയാണ്. നിങ്ങളല്ലേ വലിയ ആണവശക്തി, നിങ്ങൾ ഇറങ്ങൂ എന്നാണ് പറയുന്നത്. അധികാരത്തിൽ തുടരാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതികൾ വരുത്തി 2030 വരെ കാലാവധി നീട്ടിയെടുത്ത ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇപ്പോൾ വലിയൊരു ചതിക്കുഴിയിലാണ്. ട്രംപിനെ പിണക്കിയാൽ പട്ടിണി, ഗാസയിലേക്ക് പോയാൽ ആഭ്യന്തര കലാപം. സ്വന്തം സൈനികരെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കായി കുരുതി കൊടുക്കാൻ മുനീർ തീരുമാനിക്കുമോ? അതോ അമേരിക്കയെ തള്ളിപ്പറയാൻ ധൈര്യപ്പെടുമോ? അതോ ട്രംപിന്റെ കാല് പിടിച്ച് തന്നെ ഈ തൃശങ്കുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് കേണപേക്ഷിക്കുമോ? പാകിസ്ഥാന്റെ ഭാവി ഇനി എന്തു തന്നെ ആയാലും വാഷിംഗ്ടണിലെ ആ കൂടിക്കാഴ്ചയെ ആശ്രയിച്ചിരിക്കും. ന്യൂസ് ഡെസ്ക്.